അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വതാബീന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രേം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. മാനവരാശിക്ക് ലഭിച്ച ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രവാചക നിയോഗം എന്നുള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നിയോഗിച്ചു എന്നുള്ളത് നാഥൻ്റെ അപാരമായ റഹ്മത്തായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയത്. പ്രവാചക നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകരെ ലോക ജനതയ്ക്ക് റഹ്മത്തായിക്കൊണ്ടല്ലാതെ കാരുണ്യമായിക്കൊണ്ടല്ലാതെ താം നിയോഗിച്ചിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് ആകമാനം വലിയ അനുഗ്രഹമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏറെ വിശിഷ്ടമായ വിശേഷണങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ള മഹാനായ പ്രവാചകൻ, തുല്യതയില്ലാത്ത പ്രവാചകൻ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ, സയ്യിദു വലദി ആദം, ആദം സന്തതികളെ നേതാവാണ് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ലോകത്ത് ഏറെ വിപ്ലവം സൃഷ്ടിച്ച നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അറബികളായ ആ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനം മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുന്നതാണ്. എല്ലാ നിലക്കും ഒരു സമൂഹത്തെ പരിപൂർണമായും സംസ്കരിച്ചെടുക്കാൻ കേവലം 23 വർഷക്കാലത്തെ അധ്യാപനം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലോകത്ത് ആകമാനം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ താൻ കൊണ്ടുവന്ന ആശയം സമൂഹത്തിൽ നടപ്പിലാക്കി അതുപോലെയുള്ളൊരു മാതൃകാ സമൂഹത്തെ വാർത്തെടുത്ത ഒരു ചരിത്രം എവിടെയും ഒരു രാജ്യങ്ങളിലും ഒരു സംസ്കാരങ്ങളിലും ഒരു ഇസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറിട്ട് നിൽക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വളരെ കൃത്യമായിട്ടുള്ള ശുദ്ധീകരണം അവിടുന്ന് നടപ്പിലാക്കി. പലിശയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തെ പലിശയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുകയും കൃത്യമായ സാമ്പത്തിക അടിത്തറയുള്ള ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന നേരും നിറയുമുള്ള ഒരു സമൂഹമാക്കി ഇവിടുന്ന് മാറ്റുകയുണ്ടായി. വർണ്ണവിവേചനത്തിൻ്റെ അടിത്തളങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, അടിമയും ഉടമയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമകൾ വളരെയധികം വിവേചനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ഒരു മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ, ഒരു ജീവജാലങ്ങളുടെ വില പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിമറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അടിമയായ ബിലാലിനെയും ഖബ്ബാബിനെയും ഉടമയായ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാൻ അലിയും റളിയല്ലാഹു അൻഹും ഈ ആളുകളെ എല്ലാവരെയും ഒരുപോലെ കോർത്തിണക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. വർണ്ണവിവേചനത്തിൻ്റെ അകത്തളങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിയെയും ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ അവിടുന്ന് കോർത്തിണക്കിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളെ ആസക്തികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന, യാതൊരു വിലയും കൽപ്പിക്കപ്പെടാതിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സ്ത്രീയെ ആദരിക്കണമെന്നും പെൺകുഞ്ഞ് ശാപമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പെൺകുഞ്ഞുണ്ടാകുന്നത് സന്തോഷ വാർത്തയാണ് എന്നും അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്നും
ആൺ പെൺ വിവേചനങ്ങളില്ലാതെ മക്കളെ വളർത്തിയെടുക്കണമെന്നും കൃത്യമായി സമൂഹത്തിന് മുൻപിൽ അവിടുന്ന് മാതൃകയായി കാണിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ലോകത്ത് ആ കാലഘട്ടത്തിൽ കടന്നു വന്ന സർവ്വ സമൂഹങ്ങളെക്കാളും ഉന്നതമായ മൂല്യം ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു. പടച്ച തമ്പുരാൻ ആ സമൂഹത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ് ഏറെ ശ്രദ്ധേയമാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്. അന്ത്യനാൾ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു ഉമ്മത്തിൽ, ഒരു സമുദായത്തിൽ വിശ്വാസം കൊണ്ടും മൂല്യം കൊണ്ടും സനാതന ധർമ്മങ്ങളെ കൊണ്ടും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹം അത് നിങ്ങളാണ് എന്ന് പടച്ച തമ്പുരാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലേക്ക് ഏറ്റവും ഉദാത്തമായ ഒരു സമൂഹമാക്കി അവരെ മാറ്റിയെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ചരിത്രത്തിൻ്റെ ഉള്ളിലാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളത് പലപ്പോഴും അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. എന്നാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ വളരെ കൃത്യമായി പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ സകല ഘട്ടങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾക്കെന്നെ മാതൃകയായി സ്വീകരിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും അവർ ആ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ പ്രവാചകൻ്റെ ജീവിതത്തെ സകലവും അവരുടെ ജീവിതത്തിലേക്ക് അവർ പകർത്തുകയാണ്. ആ പ്രവാചകൻ്റെ ജീവിതം പകൽ പോലെ വ്യക്തമാണ്. ആ പ്രവാചകനെ റോൾ മോഡലാക്കിയിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ആ പ്രവാചകനെ റോൾ മോഡലായി സ്വീകരിക്കുന്നുണ്ട്. ഒരാരും ആ പ്രവാചകൻ്റെ ചിത്രം കണ്ടിട്ടില്ല, പ്രവാചകൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, ഒരു വോയിസ് മെസ്സേജ് കേട്ടിട്ടില്ല. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ജീവനേക്കാൾ ജീവനായിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും മുന്നോട്ട് പോകുന്നത്. ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസി ആ നിലക്ക് പ്രവാചകനെ കാണുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പ്രവാചകരെ പറയുക, ഇൻകാന ആബാഉക്കും അവരുടെ പിതാക്കന്മാർ, വ അബ്നാഉക്കും അവരുടെ മക്കൾ, വ ഇഖ്വാനുക്കും അവരുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും അവർക്ക് പ്രിയപ്പെട്ടവരുടെ ഇണകൾ, വ അശീറത്തുക്കും അവരുടെ കുടുംബം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ രക്തബന്ധവും വൈവാഹിക ബന്ധവും സൗഹൃദ ബന്ധങ്ങളെയും എല്ലാം അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു. വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ അവരുടെ സമ്പാദ്യങ്ങൾ, വ തിജാറത്തും തഖ്ശൗന കസാദഹ നഷ്ടം സംഭവിക്കുമെന്ന് അവർ ഭയക്കുന്ന, സജീവമായി അവർ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെയെല്ലാം പരിപോഷിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഭൗതികമായ വിഭവങ്ങൾ, സമ്പത്തുകൾ, വ മസാക്കിനു തർലൗനഹ അവർ ഇഷ്ടപ്പെട്ട് ഒരു ജീവിതത്തിൻ്റെ സ്വപ്നമായി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളുണ്ടാക്കി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ ഭവനങ്ങൾ, ഇതൊക്കെ നമുക്കേറെ പ്രിയപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. എന്നാൽ അതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തെക്കാളും അവർക്ക് പ്രിയങ്കരമായതാണെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുന്നവർ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. എന്താണ് ഇവിടെ പറഞ്ഞ തമ്മാടിത്തെന്ന് പറഞ്ഞാൽ, അള്ളാഹിനെയും പ്രവാചകനേക്കാളും ദീനിനേക്കാളും വലുതായിക്കൊണ്ട് ഭൗതികമായ സമ്പത്തും സന്താനങ്ങളെയും ഒക്കെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെ വലിയ പാപമായിക്കൊണ്ടാണ് ദീന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അഗാധമായി സ്നേഹിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
മഹാനായ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, സൽമാൻ അൽ ഫാരിസിയെ പോലെയുള്ള ആളുകൾ, ഇവിടെ ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമേൽ സ്നേഹിക്കാൻ സാധിച്ചു എന്നുള്ളത്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും, അഗ്നിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യത്തിലും, തിളച്ച എണ്ണയിലേക്ക് ശത്രുക്കളാൽ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യത്തിലും, ശരീരത്തിൽ നിന്ന് ജീവൻ്റെ ഓരോ തുടിപ്പുകളും അസ്തമിച്ചു പോകുന്ന സാഹചര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി, അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിനു വേണ്ടിയിട്ട് അത് സമർപ്പിക്കാൻ അവർ തയ്യാറായി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത് തൻ്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അത് വിഷയമല്ല, പ്രവാചകനൊന്നും സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടുകൂടി റസൂലുള്ളാഹിക്ക് കവചം തീർത്ത ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം, സാമ്പത്തികമായി ശാരീരികമായി എല്ലാ നിലക്കും റസൂലുള്ളയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ച ആളുകൾ, സ്വഹാബി വനിതകളുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. തൻ്റെ മക്കൾ ഓരോന്നായി യുദ്ധങ്ങളിൽ കൊല ചെയ്യപ്പെടുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകനൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ ഇതൊന്നും എനിക്കൊരു നഷ്ടമല്ല എന്ന് പറഞ്ഞ സ്വഹാബ വനിതകളുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിൻ്റെ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അവിടെ നിന്ന് ഹറമിൽ മക്കയിൽ ബാങ്ക് കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് ആയിട്ടില്ല. കാരണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ നാമം ഉച്ചരിക്കുന്ന സമയത്ത് ആ പ്രവാചകനെക്കുറിച്ചുള്ള സ്മരണകൾ തന്നിലേക്ക് കടന്നു വരികയും അത് തനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രവാചക സ്മരണകളില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ച ഷാമിലേക്ക് താമസം മാറ്റിയ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലേക്കുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും സ്വന്തം ജീവനേക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ആളുകളാണ് സ്വഹാബികളായ ആളുകളെന്ന് പറഞ്ഞാൽ. അങ്ങനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുൻപിലില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, കൽപ്പനകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ കൽപ്പനകൾ സ്വീകരിക്കുകയും പ്രവാചകൻ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത രീതിയിൽ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റണം. പ്രവാചകൻ പാടില്ല അരുതു എന്ന വിശുദ്ധ ഖുർആനും പ്രവാചക ശരീരവും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ. ഇത് നമുക്കിടയിൽ പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പല ആളുകൾക്കും ഉണ്ടാവുകയില്ല. പക്ഷേ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന കാര്യത്തിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ആളുകൾ റബീഉൽ അവ്വൽ മാസം കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയും അതിൻ്റെ പേരിൽ മദ്ഹുകൾ പറയുകയും ഭക്ഷണ വിതരണങ്ങൾ നടത്തുകയും റാലി സംഘടിപ്പിക്കുകയും പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റു മാസങ്ങൾക്കില്ലാത്ത ധാരാളം പവിത്രതകൾ റബീഉൽ അവ്വൽ മാസത്തിന് നൽകുന്നു. അന്ന് പ്രത്യേക രീതിയിലേക്ക് വീടുകൾ അലങ്കരിക്കുന്നു, പള്ളികൾ അലങ്കരിക്കുന്നു, പ്രത്യേക വസ്ത്രം ധരിക്കുന്നു. രണ്ട് പെരുന്നാളിനേക്കാളും ലൈലത്തുൽ ഖദറിനേക്കാളും റമളാനിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണാൻ പറ്റും. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ പാടില്ല, ഇത് പ്രവാചക സ്നേഹത്തിൻ്റെ ശരിയായ ഉദാത്തമായ മാതൃകയല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയല്ല, അതുകൊണ്ട് ഈ പ്രവാചക സ്നേഹം ശരിയല്ല, മറിച്ച് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് നിലപാടുകളാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് തർക്കമൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നബിദിന ആഘോഷം എന്ന് പറയുന്ന മീലാദ് ആഘോഷമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മളത് നിർവഹിക്കേണ്ടതുണ്ട്. അതിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ല, സംഘടനകൾ അതിലേക്ക് വരേണ്ടതില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിക പ്രമാണങ്ങളാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് പറയുന്നത് തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് പ്രവാചക ചര്യയാണ്. അതുകൊണ്ട് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലിഹി.
മതപരമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ, വ്യത്യാസങ്ങളുണ്ടായാൽ, സംശയങ്ങളുണ്ടായാൽ നിങ്ങൾ അതിനെ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും അതിനെ മടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുക. വല്ല ആയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നമുക്കത് സ്വീകരിക്കാം. സ്വഹീഹായ വല്ല വചനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം ചെയ്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ സ്വഹീഹാണെങ്കിൽ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടോ ഒന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, അമല് ചെയ്യാം, സ്വർഗം നേടാം. ഇല്ല എങ്കിൽ നമുക്കത് നിർവഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീ യലൂനഹും സുമ്മല്ലദീ യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ എന്നുള്ളത് ഞാൻ ജീവിക്കുന്ന ഈ 100 കൊല്ലമാണ്. റസൂലുള്ളാഹി ജീവിക്കുന്ന ആ 100 കൊല്ലമാണ് ഏറ്റവും ഉത്തമമായ തലമുറ. പിന്നീട് അടുത്തു വരുന്ന തലമുറ, അങ്ങനെ അടുത്തു വരുന്ന തലമുറ, അങ്ങനെ ആ 300 കൊല്ലം, ആ 300 കൊല്ലമാണ് ഏറ്റവും ഉത്തമമായ തലമുറ. ഈ ഉത്തമമായ തലമുറകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച സ്വഹാബത്ത് ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം മീലാദ് ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകനായി അവർക്കിടയിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തൻ്റെ നബിദിനം പ്രവാചകൻ ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ജീവിച്ച നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മാതാക്കൾ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവരാരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്തിൻ്റെ പേരിൽ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരു 1/2 മീറ്റർ റാലി നടത്തിയിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ദിക്റുകളോ ദുആകളോ പ്രത്യേകിച്ച് പുണ്യമോ അവരാരും തന്നെ അതിന് കൽപ്പിച്ചിട്ടില്ല, നിർവഹിച്ചിട്ടില്ല. സ്വഹാബത്ത് നിർവഹിച്ചിട്ടില്ല, താബിഈങ്ങൾ നിർവഹിച്ചിട്ടില്ല, താബിഈങ്ങൾ നിർവഹിച്ചിട്ടില്ല, അവരാരും തന്നെ നിർവഹിച്ചിട്ടില്ല. എന്നുള്ളത് കൊണ്ട് തന്നെ എന്തു മനസ്സിലാക്കാം? ദീനിൽ അത്തരത്തിലുള്ള ഒരു ഇബാദത്തുണ്ടായിരുന്നെങ്കിൽ, ഒരു അമൽ സ്വാലിഹാത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ ഏറെ ദീനിൻ്റെ കാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ പുലർത്തിയിട്ടുള്ള അവർ തീർച്ചയായും അത് നിർവഹിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അവരാരും അത് നിർവഹിച്ചിട്ടില്ല. ഇനി വിശുദ്ധ ഖുർആനിലില്ല എന്ന് നമ്മൾ പറഞ്ഞു, സ്വഹീഹ ഹദീസിലില്ല എന്ന് നമ്മൾ പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കാം നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധാരാളം കടമകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിഉല്ലാഹ വഅതിഉർ റസൂല, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, നിങ്ങളുടെ ഒരു കർമ്മങ്ങളിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ മുൻകടക്കരുത്. പ്രവാചകനോട് നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ച് പറയുകയാണ്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ പ്രവാചകൻ്റെ ശബ്ദത്തിന് മേൽ ഉയർത്താൻ പാടില്ല. നിങ്ങൾ പരസ്പരം ആളുകളെ വിളിക്കുന്നത് പോലെ നിങ്ങൾ പ്രവാചകനെ സംബോധന ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പ്രവാചകനോട് എങ്ങനെ പെരുമാറാൻ പാടില്ല. പ്രവാചകനോടുള്ള സമീപനം എന്തായിരിക്കണം? എല്ലാ കാര്യങ്ങളും വളരെ സുവ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പോലും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല ഇനി ഹദീസുകളിലേക്ക് വന്നാൽ പോലും അവിടെയും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ കർമ്മങ്ങൾ വരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനാണ് നമ്മുടേത്. എങ്ങനെ മലമൂത്ര വിസർജനം നിർവഹിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ കിടന്നുറങ്ങണം, എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ നിങ്ങൾ ഉറക്കത്തിൽ നിന്നൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇതുമാത്രം വിട്ടുപോവുക? മാത്രമല്ല ആ ഹദീസുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുർനി കമാ തുറത്തി നസാറ ഈസ ബിൻ മറിയം, ക്രിസ്ത്യാനികളായ ആളുകളെ ഈസ ബിൻ മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുള്ള മൊഹബത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, ഹുബിൻ്റെ ഭാഗമായിക്കൊണ്ട്, ഇഷ്കിൻ്റെ ഭാഗമായിക്കൊണ്ട്, ആ പദപ്രയോഗങ്ങൾക്കൊക്കെ ചില അർത്ഥവ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ക്രിസ്ത്യാനികളെ ഈസാ നബിയെ ഇങ്ങനെ പുകഴ്ത്തി അവസാനം ഈസാ നബിയെ ദൈവത്തിൻ്റെ മകനായും ദൈവതുല്യനായും അവർ ചിത്രീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്നെ നിങ്ങൾ ആ രീതിയിലേക്ക് പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മോട് പറയുകയുണ്ടായി. ഇന്ന് പലപ്പോഴും ആ പരിധികളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ആളുകൾ ലംഘിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നബിദിനങ്ങൾ ആഘോഷിക്കൽ പ്രവാചകന്മാരുടെ പാരമ്പര്യങ്ങളിൽപ്പെട്ടതല്ല. ഒരു പ്രവാചക പരമ്പരയുടെ ഖാത്തിമുൻ നബിയാണ്, അവസാന കണ്ണിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം വളരെ വ്യക്തമായി പരാമർശിച്ചായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെയൊന്നും തന്നെ ഒരു നബിയുടെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി മാത്രമല്ല, അത് സജ്ജനങ്ങളായ ആളുകളുടെ ജീവിത രീതിയല്ല. മുൻകഴിഞ്ഞ വേദങ്ങൾ പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ അവിടെയൊക്കെ യഹൂദന്മാരായ ആളുകൾ അവർ വളരെ കൃത്യമായ ആദ്യമ കാലഘട്ടങ്ങളിൽ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്താൻ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അവർ പഴയ നിയമത്തെ പിന്തുടരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവർ ജന്മദിനങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. അത് ഫിർഔനെ പോലെയുള്ള വളരെ മോശം ആയ അടിസ്ഥാനപരമായി തമ്മാടികളായ ആളുകളാണ് ജന്മദിന ആഘോഷങ്ങളുണ്ട്. സജ്ജനങ്ങളായ ആളുകൾ ആരും തന്നെ ജന്മദിനങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ആദ്യമ ക്രിസ്ത്യാനികളുടെ ചരിത്രം പരിശോധിച്ചാലും അവരും ജന്മദിന ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രൈസ്തവതയിൽ അത് കടന്നു വന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും അത് സജ്ജനങ്ങളുടെ പാരമ്പര്യമല്ല എന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ദീനിലില്ല. ഇനി ചില ആളുകൾ പറയുന്നത് ദീനിൽ അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നല്ല ഒരു കാര്യമല്ലേ? ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആളുകൾ ഭൗതികതയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ പ്രവാചക സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമല്ലേ? പല മതങ്ങളുടെയും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പലരുടെയുമൊക്കെ ജന്മദിന ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള അവദാനങ്ങൾ വായിക്കുകയും അവരെ ആളുകൾക്കിടയിലേക്ക് പരിചയപ്പെടുത്താൻ അത് ഏറെ സഹായകമാവുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൂടാ? എന്തിനാണ് വെറുതെ അതിനെ എതിർക്കുന്നത്? ഇസ്ലാമിൻ്റെ പാരമ്പര്യമില്ല എങ്കിൽ പോലും അത് നല്ലതല്ലേ എന്ന് അങ്ങനെ സംശയം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഹദീസുകളെ വളച്ചൊടിച്ചുകൊണ്ട്, ഖുർആനിൻ്റെ ആയത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് അത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തുകൾ പരിശോധിച്ചാലും അത് ദുർവ്യാഖ്യാനം ചെയ്താലല്ലാതെ ഒരിക്കലും തന്നെ ഇതിന് തെളിവായി കാണാൻ സാധിക്കുകയില്ല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫലിയഫ്റഹു വഖൈറ മിമ്മാ യജ്മഊൻ പലപ്പോഴും തെളിവായി കൊണ്ടുവരാറുള്ള സംഗതിയാണ്. അവിടെ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ചല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ ഏത് വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അത് ദുർവ്യാഖ്യാനം ചെയ്താലല്ലാതെ ഈ വാദഗതികൾ സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തഴവയെ പോലെയുള്ള മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച് പോയിട്ടുള്ളത്, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. എന്താ ഇത്? പതിവില്ലാത്ത സംഗതിയാണ്, അത് മുൻധാരണ ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പോലും അതിനിടയിൽ സമ്മതിച്ചു പോകുന്ന സംഗതിയുണ്ട്, ഇതൊന്നും ദീനിലുള്ളതല്ല എന്നുള്ളത്. അപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നല്ല ഒരു കാര്യമല്ലേ, കുറച്ച് റാലി നടത്തുന്നതല്ലേ, മദ്ഹ് പറയുന്നതല്ലേ, മിഠായി കൊടുക്കണതല്ലേ, അതങ്ങ് നടന്നോട്ടെ, എന്തിനാ അതിനെ എതിർക്കണത് എന്ന്. പ്രിയമുള്ളവരെ, ഇത് ദീനാണ്, ഇത് ദീനുൽ ഇസ്ലാമാണ്, ഇത് ദുനിയാവിൻ്റെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഈ ദീനിന് ചില നിയമങ്ങളുണ്ട്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് വിശുദ്ധ ഖുർആൻ്റെ അവസാനം ഇറങ്ങിയ വചനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ്. അവിടെ അല്ലാഹു പറയും, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീനിനെ നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ നാം നിങ്ങളിലേക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഏത് ഇസ്ലാമിനെയാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ആ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്താണ്. അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള വഹി കൃത്യമായി തൻ്റെ സ്വഹാബത്തിന്, തൻ്റെ ഉമ്മത്തിന് പകർന്നു കൊടുക്കണമെന്ന കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക പ്രിയമുള്ളവരെ, ഇത്രയും നല്ല ഒരു കാര്യം ദീനിലുണ്ടായിട്ട് സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയും നരകത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇടയാകുന്ന സകല തിന്മകളിൽ നിന്നും അധാർമികതകളിൽ നിന്നും നെറികേടുകളിൽ നിന്നും നമ്മെ തടുക്കുകയും വിലക്കുകയും ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫി അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിൻ്റെ കാര്യത്തിൽ നവീനമായി ആരെങ്കിലും എന്തെങ്കിലും നിർമ്മിച്ചുണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്.
അതിൻ്റെ അഫ്സിൽ എങ്ങനെ നോക്കണ്ട, അതിലെന്തല്ലെന്നുള്ള നോക്കണ്ട. ഫറദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞ ഒരു സംഗതി ദീനിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പാടില്ല. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ സംഗതിയില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ മാഇദയിൽ അൽ യൗമ അക്മൽതു ലക്കും എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞിട്ടുള്ളത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറഅ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നവീനമായ എന്തെങ്കിലും ഒന്ന് രൂപപ്പെടുത്തിയെടുത്ത് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരം നിൽക്കട്ടെ, നല്ലതാ, ഇങ്ങനെ ഒരു കർമ്മം നിൽക്കട്ടെ, ഇങ്ങനെ ഒരു ദിക്ർ നിൽക്കട്ടെ, ഇതുപോലെ ഒരു മജ്ലിസ് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മജ്ലിസുകൾക്ക് ആരെങ്കിലും ബീജാവാഹം നൽകിയാൽ, ആരെങ്കിലും അടിത്തുറവാക്കി കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വാദഗതികളുമായി കൊണ്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവൻ പറഞ്ഞാതെ പറയുന്നത് എന്താണെന്നറിയോ? നല്ലൊരു ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന ഗുരുതരമേറിയ ഗൗരവപരമായ വാദമാണ് ആ വ്യക്തി ഉന്നയിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രവാചകൻ്റെ പാത മുറുകെ പിടിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, എൻ്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾ നിലനിൽക്കുക നിങ്ങൾക്ക് വസയറായ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നതകൾ എൻ്റെ ഉമ്മത്തിൽ മതപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ അലൈക്കും ബിസുന്നതി വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅളു അലൈഹ ബിന്നവാജിദ്. അവിടെ നിങ്ങൾ എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക, എൻ്റെ ഖലീഫമാരുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പ്രയാസങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തലുകളുണ്ടാകും, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മൊഹബത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ സച്ചരിതരായ സ്വഹദാക്കളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ മുന്നോട്ട് വച്ചിട്ടുള്ള ആ പാത പുൽകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചക സ്മരണ എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നിർവഹിക്കേണ്ട സംഗതിയല്ല. അതിന് റബീഉൽ അവ്വലുമായി യാതൊരു ബന്ധവുമില്ല. വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസങ്ങളിലും എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ ആ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് റബീഉൽ അവ്വലുമായി ബന്ധമില്ല. ഇന്ന ഇദ്ദത ശുഊരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണെന്ന് പറഞ്ഞു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ കടന്നു വരുന്നില്ല. റമദാനിൻ്റെ പോരീഷ വിശുദ്ധ ഖുർആനിനെ കൊണ്ട് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അവിടെയും റബീഉൽ അവ്വൽ കടന്നു വരുന്നില്ല. റബീഉൽ അവ്വലിൻ്റെ ഫളാഇൽ പറയുന്ന ഒരു ഹദീസ് ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ബാബ് പോലും നമുക്ക് ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീന് പഠിപ്പിച്ചെടുത്ത് നിൽക്കാനും പ്രവാചകൻ്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാനാണ് നമുക്ക് സമയം കണ്ടെത്തേണ്ടത്. وتحصل إلى وأنت تظهر حبه هذا لأمري في القياس بديه لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع എന്ന ഒരു അറബി കവിതയുണ്ട്. ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയാണ് വേണ്ടത്, പറയിപ്പിക്കാതെ ജീവിക്കുകയാണ് വേണ്ടത്. നല്ല ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതാണ് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദീനിനെ എല്ലാ ബിദ്അത്തുകളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ വാഹകരായിക്കൊണ്ട് സുന്നത്തിൻ്റെ പ്രചാരകരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ, കുടുംബങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളും അകപ്പെട്ട് കിടക്കുന്ന ആളുകളോട് അവരുടെ പരലോകം ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ഇത് പാടില്ല, ഇത് ഇസ്ലാമിൻ്റെ മാതൃകയില്ലാത്തതാണ്, ഇത് ദീനിൻ്റെ പിൻബലമില്ലാത്തതാണ്, ഇത് നന്മയല്ല, ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് എന്ന് പറയാനുള്ള ആർജവം കൂടി കാണിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ധാരാളം സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും
അവൻ്റെ സഹായവും വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാക്കട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.